ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കാർനോട്ട് എൻജിൻ എന്താണെന്ന്. ഇന്നിവിടെ നോക്കുന്നത് കാർനോട്ട് തിയറംസ് ആൻഡ് ഇറ്റ്സ് പ്രൂഫ്, ദെൻ കാർനോട്ട് റെഫ്രിജറേറ്ററും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തിയറം പറയുന്നത് വെച്ചാൽ കാർനോട്ട് എൻജിനേക്കാൾ മറ്റൊരു എൻജിനും എഫിഷ്യൻസി കൂടുതൽ ഇല്ല. അതായത് എന്താണെന്ന് നോക്കാം. നോ എൻജിൻ or system operating between two given reservoirs, such temperature T1 and T2 can be more efficient than Carnot engine operating between same reservoir. പിന്നെ നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ ഓൾ റിവേഴ്സിബിൾ എൻജിൻ വർക്കിംഗ് ബിറ്റ്വീൻ സെയിം ടെമ്പറേച്ചർ ലിമിറ്റ്സ് ഹാവ് സെയിം എഫിഷ്യൻസി. അതായത് വെച്ചാൽ റിവേഴ്സിബിൾ എൻജിനൊരു സെയിം റിസർവെയറിൽ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസിയും സെയിം ആയിരിക്കും. ഇനി നമുക്ക് എന്താണ് കാർനോട്ട് തിയറം അല്ലെ അതിൻ്റെ പ്രൂഫ് എന്താണെന്ന് നോക്കാം. ഇവിടെ തിയറം പറയും പോലെ ഒരു സോഴ്സും ഒരു സിങ്കും എടുക്കുന്നത്. പിന്നെ ഇവിടെ എടുക്കുന്നത് വെച്ചാൽ രണ്ട് ടൈപ്പ് എൻജിൻ, ഒന്ന് റിവേഴ്സിബിൾ ടൈപ്പ് എൻജിൻ എടുക്കുന്നുണ്ട്, ഒന്ന് ഇറേസിബിൾ ടൈപ്പ് എൻജിനുണ്ട്. പിന്നെ സോഴ്സിനിവിടെ ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും, ഹോട്ട് റിസർവർ. നെക്സ്റ്റ് സിങ്കിന് നമ്മൾ ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോൾഡ് റിസർവർ. ഇവിടെ നമ്മൾ രണ്ട് എൻജിൻ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ സി എന്നത് കാർനോട്ട് എൻജിൻ അല്ലെങ്കിൽ റിവേഴ്സിബിൾ എൻജിൻ. ഡി എന്നത് ഇറിവേഴ്സിബിൾ എൻജിൻ, നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല, അതെങ്ങനെയല്ല ആയിക്കോട്ടെ. പിന്നെ സോഴ്സ് T1ഉം സിങ്ക് T2. ഇവിടെ QC എന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് സി അബ്സോർബ് ചെയ്തിട്ട് വർക്ക് ഡൺ ഉണ്ടാവും. അങ്ങനെ വർക്ക് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഹീറ്റ് എന്തിലേക്ക് കൊടുക്കും? സിങ്കിലേക്ക് ലിബറേറ്റ് ചെയ്യും, അതായത് QC മൈനസ് വർക്ക്. ദെൻ നെക്സ്റ്റ് ഡിയിൽ QD എമൗണ്ട് ഓഫ് ഹീറ്റ് സോഴ്സിൽ നിന്ന് T1 അബ്സോർബ് ചെയ്തിട്ട് കുറച്ച് വർക്ക് ഡൺ ആയിട്ട് വർക്ക് ചെയ്യും. ബാക്കി വർക്ക് ചെയ്തതിന് ശേഷമുള്ള റിമൈനിങ് ഹീറ്റ് എവിടെ കൊടുക്കും? സിങ്കിലേക്ക് കൊടുക്കും, അതായത് QD മൈനസ് W. എന്താണ് പറയുന്നത്? രണ്ട് എൻജിൻ എടുക്കുന്നത്, പിന്നെ രണ്ട് എൻജിനും ഉപയോഗിക്കുന്ന സോഴ്സും സിങ്കും കോമൺ ആണ്. പിന്നെ അതേപോലെ തന്നെ രണ്ട് എൻജിൻ ചെയ്യുന്ന വർക്കും കോമൺ ആയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞത് സി അബ്സോർബ് ചെയ്യുന്ന ഹീറ്റും പറഞ്ഞു, പിന്നെ സി ചെയ്യുന്ന വർക്കും, പിന്നെ സി ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റും പറഞ്ഞു. ദെൻ ഡി അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ് പറഞ്ഞ്, ദെൻ ഡി ചെയ്യുന്ന വർക്കും ഡി ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റും പറഞ്ഞു. ദെൻ നമുക്കിനി എന്ത് നോക്കാം? തിയറം ശരിക്കും എന്താണ് പറയുന്നത്? സിൻ്റെ എഫിഷ്യൻസി ഡിനേക്കാൾ കൂടുതലായിരിക്കും. നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് കൺസിഡർ ചെയ്യുക, അതായത് ഡിൻ്റെ എഫിഷ്യൻസി സിനേക്കാൾ കൂടുതലായിട്ടൊന്ന് കൺസിഡർ ചെയ്യുക. സപ്പോസ് ഡി ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ സി. ദെൻ എഫിഷ്യൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈറ്റ് അല്ലേ. ദെൻ എൻ ഡി ഈസ് ഗ്രേറ്റർ ദാൻ എൻ സി. എന്താണ് എഫിഷ്യൻസി? എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? വർക്ക് ഔട്ട്പുട്ട് പെർ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. അങ്ങനെയാണ് ബൈ ദ സിസ്റ്റം ഓർ എൻജിൻ. അങ്ങനെയാണെങ്കിൽ ഈറ്റ സി എന്താണ്? W/QC. QC എന്താണ്? സി അബ്സോർബിങ് ചെയ്ത ഹീറ്റ്. ദെൻ എഫിഷ്യൻസി ഓഫ് ഡി എന്താണ്? വർക്ക് ബൈ
ഡി അബ്സോർബ് ചെയ്ത ഹീറ്റ്, അതായത് ക്യു ഡി. ദെൻ നമ്മൾ പറഞ്ഞ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? വർക്ക് ബൈ ഡബ്ല്യു ബൈ ക്യു സി ലെസ് ദാൻ ഡബ്ല്യു ബൈ ക്യു ഡി. ദെൻ ഇതിൽ ഏതായിരിക്കും ചെറുത്? ക്യു ഡി ചെറുതായിരിക്കും, ക്യു സി വലുതായിരിക്കും. ക്യു സി ആണ് ക്യു അല്ലേ? ഓക്കെ, ദാറ്റ്സ് റെപ്രസെൻറ്റ് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ 2 എൻജിനും കൂടി കപ്പിൾ ചെയ്തിട്ട് ഒരൊറ്റ എൻജിനായിട്ട് കൺസിഡർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? ഡി എന്ന എൻജിനും സി എന്ന എൻജിനും കൂടി കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരൊറ്റ എൻജിനായിട്ട് കൺസിഡർ ചെയ്യുന്നു. ഫിഗർ ഷോസ് കപ്പിൾഡ് എൻജിൻ ഓഫ് സി ആൻഡ് ഡി. ഇവിടെ ഡി എന്ത് ചെയ്യുന്നു? ക്യു ഡി എമൗണ്ട് ഓഫ് ഹീറ്റ് സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യും. എന്നിട്ട് കുറച്ച് വർക്കായിട്ട് കുറച്ച് ഹീറ്റ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഡി എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ റിമൈനിങ് ഹീറ്റ് എവിടെ കൊടുക്കുന്നു? സിങ്കിലേക്ക് കൊടുക്കുന്നു. റിമൈനിങ് ഹീറ്റാണ് ക്യു ഡി മൈനസ് വർക്ക്. ഇവിടെ ഡിയിൽ നിന്ന് കിട്ടുന്ന വർക്കില്ലേ, അത് സിക്ക് കൊടുക്കുന്നു. ദെൻ സി എന്തായിട്ട് ആക്ട് ചെയ്യും? റെഫ്രിജറേറ്ററായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, നോർമൽ കേസിൽ ഹീറ്റിൻ്റെ ഫ്ലോ എങ്ങോട്ടേക്ക് ഉണ്ടാവില്ലേ? ഹോട്ടർ ബോഡി ടു കോൾഡറിലേക്കല്ലേ? എന്നാൽ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം എങ്ങനെയാണ്? കോൾഡർ ബോഡി ടു ഹോട്ടറിലേക്ക് ഹീറ്റിന് പോവാം. ബട്ട് ആൻ എക്സ്റ്റേണൽ വർക്ക് ഈസ് യൂട്ടിലൈസ്ഡ് ഫോർ ദിസ്. അതായത് സാധാരണ കേസിൽ ഹോട്ടറിൽ നിന്ന് കോൾഡറിലേക്കാണ് ഹീറ്റിൻ്റെ ഫ്ലോ. ദെൻ ക്ലോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം കോൾഡറിൽ നിന്ന് ഹോട്ടറിലേക്ക് പോവാം. ബട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ഒരു എക്സ്റ്റേണൽ വർക്ക് ഡൺ വേണം. എങ്ങനെ? കോൾഡർ ടു ഹോട്ടറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. അത് പ്രകാരം ഇവിടെ ക്യു സിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു ഫ്രം സിങ്ക്. അതിന് വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? ഒരു എക്സ്റ്റേണൽ വർക്ക്. അതാണ് വർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഡി ചെയ്ത വർക്കാണ്. ഡി ചെയ്യുന്ന വർക്കാണ് എന്തിന് കൊടുക്കുന്നത്? സിക്ക് കൊടുക്കുന്നത്. ദെൻ സി ആക്ട് ആസ് റെഫ്രിജറേറ്റർ. ഓക്കെ, വർക്ക് W from D is given to C. Then C become a refrigerator. That is QC minus W amount of heat absorbed from T2 and QC amount of heat liberated to T1. Okay. ഇവിടെ നെറ്റ് ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് എന്തായിരിക്കും? അതായത് ഹീറ്റ് എഞ്ചിൻ്റെ കമ്പൈൻഡ് ഹീറ്റ് എഞ്ചിൻ്റെ നെറ്റ് ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് എന്തായിരിക്കും? അതായത് ദ നെറ്റ് ഹീറ്റ് എക്സ്ട്രാക്റ്റഡ് ബൈ ദ കമ്പൈൻഡ് എഞ്ചിൻ ഫ്രം T2 വിൽ ബി, ഫസ്റ്റിലത്തെ എന്താണ്? QC മൈനസ് വർക്ക് ഡൺ. ദെൻ അതിൽ നിന്ന് സെക്കൻഡ്, അതായത് ക്യു ഡിൻ്റെ ഭാഗത്തു നിന്നുള്ളത് QD മൈനസ് വർക്ക് ഡൺ. ദെൻ നമുക്കെങ്ങനെ എഴുതാം? QC മൈനസ് W മൈനസ് QD മൈനസ് W. ദെൻ എന്ത് മാത്രം ബാക്കി ഉണ്ടാവും? QC W കട്ടായിപ്പോയി. ദെൻ എന്ത് മാത്രം ബാക്കി ഉണ്ടാവും? QC മൈനസ് QD. അതായത് ഇവിടെ ഏതായിരിക്കും ഗ്രേറ്റർ? സി അബ്സോർബ് ചെയ്യുന്ന ഹീറ്റ്. ലെസ്സർ ഏതായിരിക്കും?
QD heat, then it is positive quantity. Okay, ഇവിടെ നെറ്റ് എഫക്റ്റ് ഓഫ് കമ്പൈൻഡ് എൻജിൻ എന്തായിരിക്കും? QC മൈനസ് QD. പിന്നെ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം T2 to T1. ഓക്കെ, എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ലോവർ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എക്സ്റ്റേണൽ വർക്ക്. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? ND ഈസ് ലെസ് ദാൻ NC. ഇതെന്താണ് പ്രൂവ് ചെയ്യുന്നത്? കാർനോട്ട് തിയറം. അതായത് എഫിഷ്യൻസി ഓഫ് കാർനോട്ട് എൻജിൻ ഈസ് ഗ്രേറ്റർ ദാൻ എനി അതർ എൻജിൻ. ഓക്കെ, ഹെൻസ് കാർനോട്ട്സ് തിയറം ഈസ് പ്രൂവ്ഡ്. ഇനി നമുക്ക് കാർനോട്ട് റെഫ്രിജറേറ്റർ എന്താണെന്ന് നോക്കാം. ഇതിലെല്ലാവർക്കും ക്ലിയർ അല്ലേ? എന്താണ് റെഫ്രിജറേറ്റർ? ഒരു കൂളിംഗ് ഡിവൈസ്. പിന്നെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു, അതായത് കാർനോട്ട് തിയറത്തിൽ പറഞ്ഞ് റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് എന്താണ്? ലോവർ ടെമ്പറേച്ചർ ടു ഹൈ ടെമ്പറേച്ചർ. എങ്ങനെ? ഒരു എക്സ്റ്റേണൽ വർക്ക് ഉപയോഗിച്ചിട്ട് ആണ് നടക്കുന്നത്. അതായത് റെഫ്രിജറേറ്റർ ഈസ് എ ഡിവൈസ് ടു പ്രൊഡ്യൂസ് ലോവർ ടെമ്പറേച്ചർ. ഇനി കാർനോട്ട് റെഫ്രിജറേറ്റർ എന്ന് നോക്കാം. കാർനോട്ട് റെഫ്രിജറേറ്ററിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? റിവേഴ്സ് ഓർഡറിൽ വർക്ക് ചെയ്യുന്നു അല്ലേ? റിവേഴ്സ് ഓർഡറിലല്ലേ കാർനോട്ട് റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് കേസിൽ കാർനോട്ട് എൻജിൻ അല്ലെങ്കിൽ ഹീറ്റ് എൻജിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്? സോഴ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ഹീറ്റ് ഏടത്തേക്ക് പ്രൊവൈഡ് ചെയ്യും, കൊടുക്കും, ലിബറേറ്റ് ചെയ്യും, സിങ്കിലേക്ക് കൊടുക്കും. ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ സിങ്കിൽ നിന്ന് Q2 എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ് ചെയ്യും. ദെൻ എന്തിനു വേണ്ടി ഉപയോഗിക്കും? റെഫ്രിജറേറ്റർ. എന്തിനു വേണ്ടി? R എന്ന് വെച്ചാൽ റെഫ്രിജറേറ്ററിന് എന്തിനു വേണ്ടി ഉപയോഗിക്കും? ദെൻ Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് സോഴ്സിന് കൊടുക്കണം. ദെൻ റെഫ്രിജറേറ്ററിൽ എന്ത് ചെയ്യും? W എന്ന വർക്ക് ഉപയോഗിച്ചിട്ട് Q1 എന്ന ഹീറ്റ് സിങ്കിലേക്ക് സോഴ്സിലേക്ക് കൊടുക്കും. എന്ന് വെച്ചാൽ Q2 എമൗണ്ട് ഓഫ് ഹീറ്റ്, അതായത് ലോവർ ടെമ്പറേച്ചർ റെഫ്രിജറേറ്റർ W എന്ന വർക്ക് ഉപയോഗിച്ചിട്ട് വർക്ക് ഉപയോഗിച്ചതിന് ശേഷം Q1 ഓഫ് ഹീറ്റ് സോഴ്സിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ? ഇത് നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ സോഴ്സിലേക്ക് കൊടുക്കുന്ന ഹീറ്റ് എന്തായിരിക്കും? സിങ്കിൻ്റെ ലോ ടെമ്പറേച്ചർ പ്ലസ് ചെയ്യുന്ന വർക്ക് ഡൺ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ വർക്ക്, കൊടുക്കുന്ന എക്സ്റ്റേണൽ വർക്ക്. ഓക്കെ, അതായത് Q1 എന്താണ്? സിങ്കിൻ്റെ ലോ ടെമ്പറേച്ചർ പ്ലസ് എക്സ്റ്റേണൽ വർക്ക്, അതായത് Q1 ഈസ് ഈക്വൽ ടു Q2 പ്ലസ് W. ഇനി നമുക്ക് കോഎഫിഷ്യൻറ്റ് ഓഫ് പെർഫോമൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് കോഎഫിഷ്യൻറ്റ് ഓഫ് പെർഫോമൻസ്? എന്നുവെച്ചാൽ Q2 എന്ന എമൗണ്ട് ഹീറ്റും വർക്ക് ഡൺ തമ്മിലുള്ളൊരു, അല്ലെങ്കിൽ വർക്ക് തമ്മിലുള്ളൊരു റേഷ്യോ ആണ് കോഎഫിഷ്യൻറ്റ്സ് ഓഫ് പെർഫോമൻസ്. ഓക്കെ, ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? P, അതായത് കോഎഫിഷ്യൻറ്റ്സ് ഓഫ് പെർഫോമൻസ് ഈസ് ഈക്വൽ ടു Q2 ബൈ W. Q2 എന്താണ്? ഹീറ്റ് ഓഫ് സിങ്ക്, ദെൻ വർക്ക് ഡൺ.
ദെൻ നമുക്ക് വർക്കിന് നമുക്ക് എങ്ങനെ എഴുതാം? Q1 മൈനസ് Q2 എന്നതിൽ കൂടെ. ദെൻ ഇക്വേഷൻ ബിക്കം കോഎഫിഷ്യൻസ് ഓഫ് പെർഫോമൻസ് ഈസ് ഈക്വൽ ടു Q2 ബൈ Q1 മൈനസ് Q2. പിന്നെ റെഫ്രിജറേറ്ററിൻ്റെ കേസിൽ കോഎഫിഷ്യൻസ് ഓഫ് പെർഫോമൻസ് cannot be infinite. Then this session is over. Thank you for all.